പ്രിയമുള്ളവരെ, ശശിധരൻസ് ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇവിടെ എന്ത് ജോലിയെടുക്കുമ്പോൾ എൻ്റെ പിറകെ വന്ന് ടെക്നിക്കലായി മൈൻഡുള്ളൊരു പൂച്ചയാണെന്ന് തോന്നുന്നു. നേരത്തെ ഇവിടെ വന്ന് കുറേ നേരം ഇതെവിടെ ഒളിഞ്ഞിരുന്നു നോക്കിയിരുന്നു. ഇവിടെ വനതാ ഇവിടെ ഒളിഞ്ഞിരുന്ന് നോക്കുന്നുണ്ടാ. ഇതിൻ്റെ കഴിഞ്ഞ ജന്മത്തിലൊരു മനുഷ്യ ടെക്നീഷ്യനായിരിക്കാം ഈ പൂച്ച. അതുകൊണ്ടാണ് ഞാനിതെപ്പോഴും എടുക്കുന്ന പണിയെന്ന് വെച്ചാൽ, പൂച്ച അങ്ങനെ അടുക്കളയിൽ കൂടെയെല്ലാം കയറി വന്ന് വീട്ടിൽ വലിയ ശല്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് മുട്ടുസൂചി അവൻ വന്ന് കണ്ട, അവനിങ്ങനെ വന്ന് ശ്രദ്ധിക്കുക എന്താ ചെയ്യുന്നത്. അവന് മനസ്സിലായി അവന് കെണിയൊരുക്കാനാണ് ഞാൻ ചെയ്യുന്നതെന്ന്. അതുകൊണ്ട് അതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു കഴിഞ്ഞ ജന്മത്തിലൊരു ടെക്നിക്കൽ മൈൻഡുള്ള പൂച്ച ഒരു മനുഷ്യനായിരിക്കാനാണ് സാധ്യത എന്ന് തോന്നിപ്പോകുന്നു. തമാശ പറഞ്ഞതാണ്. അപ്പോൾ അവനിങ്ങനെ ഞാൻ ചെയ്യുന്ന എൻ്റെ പിറകെ തന്നെ ഉണ്ടാവും. എൻ്റെ പേരമക്കൾ ഇല്ലാത്ത സമയത്ത് ഇവനാണ് എൻ്റെ കൂട്ട്. അപ്പോൾ ഉണ്ട് അതിൻ്റെ സൂക്ഷ്മതയോടെ കാണുന്നുണ്ട്. നിങ്ങൾ വീഡിയോയിൽ ശ്രദ്ധിക്കുന്നുണ്ടാവും. വളരെ സൂക്ഷ്മതയോടെയാണ് ഞാൻ ചെയ്യുന്ന ജോലി എന്താണെന്ന് വെച്ചാൽ ഇതാണ് ചെയ്യുന്നത്. ഇവനെ അടുക്കളയുടെ ജനലിലെ കൂടി കടന്ന് വീട്ടിൽ ശല്യം ഉണ്ടാക്കും. ഭാര്യക്കെല്ലാം വലിയ പേടിയാണ്. എന്നെ കൊണ്ടുവന്ന എൻ്റെ മകനാണ്, ഞാൻ പറയാതെ കൊണ്ടുവന്നതാണ്. അവനും പേടിയാണ് പൂച്ചയെ. പക്ഷേ ഞാൻ തരം കിട്ടുമ്പോൾ നല്ലോണം ശിക്ഷിക്കലുണ്ട്. അതുകൊണ്ട് എന്നോട് സ്നേഹമാണ്, അതേസമയം പേടിയുമാണ്. അതുകൊണ്ട് എനിക്ക് ഇവനെ പേടിയില്ല. ഇപ്പം കാട്ടുമൃഗങ്ങളെല്ലാം ഒരു കാട്ടുവർഗത്തിൽപ്പെട്ട സാധനമാണല്ലോ ഇത്. പക്ഷെ ഇത് നാട്ടിൽ വളരുന്ന പൂച്ച എന്ന് പറയാം. പക്ഷേ ഇവൻ്റെ ടെക്നിക്കൽ മൈൻഡ് കണ്ടില്ല, ഒരേ ശ്രദ്ധയിൽ നോക്കുന്നു. അപ്പോൾ കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇതിൻ്റെ അകത്ത് നിന്ന് സ്ക്രൂ മാറ്റിയെടുക്കുക. സ്ക്രൂ അല്ല, ഈ മുള്ളാണിയാണ് ഇപ്പോൾ ഞാൻ ഇതിനെ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ അടിക്കാൻ വേണ്ടി നെറ്റുണ്ട്. ഇവിടെ നെറ്റ് ഉപയോഗിച്ചിട്ട് അടിക്കുമ്പോൾ ഇതേപോലെ ബോർഡല്ല, ഇത് പ്ലാസ്റ്റിക്കിൻ്റെ കഷ്ണമാണ്. ഈ കഷ്ണം വെച്ചിട്ട് വേണം ഇതിൻ്റെ മേലെ ആണി ഇതേപോലെ അടിക്കാൻ. ഇതെല്ലാം അവൻ തന്നെ എന്നെ കൊടുക്കാനുള്ള പണിയാന്ന് തളർന്നു പോയി. നോക്കി അവൻ തളർന്ന് വീണിട്ടുള്ളത്. അവൻ നോക്കുന്നുണ്ട് സൂക്ഷ്മതയോടെ. ഇപ്പോൾ എൻ്റെ പിറകെ തന്നെ ഉണ്ടാവും. ഉപദ്രവം ചെയ്യാനാണെങ്കിലും ഒരു ഉപകാരത്തിനെത്തില്ല. അപ്പോൾ ഇവനെ കൊണ്ടുള്ള ഒരേ ഒരു ഉപകാരം, ഇവനെക്കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ഇടുക എന്ന ഒരൊറ്റൊരു മാത്രമാണ്. അപ്പോൾ എനിക്ക് വേണ്ടുന്നത് ഇതേപോലത്തെ ചെറിയ ആണിയാണ്. ചെറിയ ആണി അല്ലെങ്കിൽ അത് വളഞ്ഞു പോകും അടിക്കുമ്പോൾ. ഇങ്ങനത്തെ ചെറിയ ആണിയാണ് ഞാൻ വേർതിരിച്ചെടുക്കുന്നത്. ഇതല്ലാതെ ഇവൻ അങ്ങനെ നോക്കിയിരിക്കുക. നേരത്തെ ഇതിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് ഒളിഞ്ഞിരുന്നിട്ടാണ് നോക്കിയത്. അവിടെ അതൊരു ഗുഹവത്തെ സ്ഥലം കണ്ട അവിടെ. ഇപ്പോൾ ഇവനെ ഞാൻ വീണ്ടും വിളിച്ചു വരുത്തിയതാണ്. ഈ കണ്ടോളൂ. പിന്നെ എത്ര സമയം വേണ്ടിക്കലും നോക്കിയിരുന്നു, അതിന് ബോറടിക്കൊന്നുമില്ല. ഇങ്ങനത്തെ കഴിഞ്ഞ ജന്മത്തിൽ മനുഷ്യന് ജന്മമുണ്ട് എന്നെല്ലാം പറയുന്നു. ജന്മങ്ങൾ മാറുമ്പോൾ കഴിഞ്ഞ ജന്മം നീ പൂച്ചയായിരുന്നു എന്നൊക്കെ പറയുന്ന കേൾക്കുന്നത്. അതേപോലെ ഇവനും വല്ല മനുഷ്യനായിട്ടായിരിക്കും. കുറച്ച് ടെക്നിക്കൽ മൈൻഡ് കാണുന്നുണ്ട് ഇവന്. അപ്പോൾ ഞാനിത് പിന്നെ ഇവിടെ ഇടുന്നുണ്ട്. ശ്രദ്ധിച്ച് പഠിച്ചോളണം കേട്ടോ. ഇതെല്ലാം ശ്രദ്ധിച്ച് പഠിച്ചിട്ട് നീ സ്വന്തമായി ചെയ്യണം കേട്ടോ. ഈ ജന്മത്തിലല്ലെങ്കിൽ വരും ജന്മത്തിൽ എന്ന് പറഞ്ഞ പാട്ടല്ലേ ദാസേട്ടൻ പാടി. അതേപോലെ അടുത്ത ജന്മം നീ മനുഷ്യനായാൽ ഇതൊക്കെ ഓർമ്മ വെക്കണം കേട്ടോ. ഓർമ്മ ഉണ്ടാവുമെന്നാണ്, ആത്മാക്കൾക്ക് ഓർമ്മയുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ജന്മത്തിൽ വിശ്വസിക്കുന്നു. പുനർജന്മം ഉണ്ടോ ഇല്ലയോ എന്നത് വേറൊരു കാര്യം. ഏതായാലും ഈ പൂച്ച നമ്മൾ ഇഷ്ടപ്പെടാതെ ഇങ്ങോട്ട് വന്നവനാണ്. അപ്പോൾ എന്നെക്കൊണ്ട് ഞാനിങ്ങനെ വീഡിയോ എടുക്കുക, വേറെ നിവൃത്തിയില്ല. പാല് വേണം, പാലേ കുടിക്കൂ. ഇത് മറ്റേ പേഷ്യൻ പൂച്ച എന്നെല്ലാം പറഞ്ഞിട്ടാണ് എൻ്റെ മകനെ അവൻ്റെ ചങ്ങായിമാർ പറ്റിച്ചത്. ഇത് പെണ്ണ് പൂച്ച എന്ന് പറയുന്നു. എന്നാലും കണക്ക് തന്നെ. തദൈവ ശാഠ്യം കൂടും. പെണ്ണിന് ശാഠ്യം കൂടുമല്ലോ, അതുപോലെ ഇതിനും ശാഠ്യം കൂടും. ആടിനും പെണ്ണിനും ശാഠ്യം ഉണ്ട്. അതിൻ്റെ പേരിൽ എല്ലാവരും
ആക്ഷൻ എടുത്തേക്കാൻ കഴിയില്ല. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഞാനിനി ഈ മുള്ളാണി ശേഖരിച്ച മുള്ളാണി കട്ട് ചെയ്തെടുത്തത് ഈ ഒരു ടിന്നിൻ്റെ അകത്ത് ഈ സാധനം കൊണ്ടാണ് ഇത് കട്ട് ചെയ്തെടുത്തത്. കട്ട് ചെയ്തതെന്ന് വെച്ചാൽ ഇതേപോലത്തെ ഒരു ടിന്നായിരുന്നു. ആ ടിന്നപ്പുറം പുറത്തുണ്ട്. ആ ടിന്ന് അവർ കത്തിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഷേപ്പ് മാറ്റാൻ വേണ്ടി ഞാൻ കട്ട് ചെയ്തതാണ്. അപ്പോൾ കട്ട് ചെയ്തപ്പോൾ ബാക്കി വന്ന ഭാഗമാണ് ഇവിടെ ദ്വാരം ആക്കിയിട്ട് വേണം മുള്ളാണി ഇവിടെ എൻ്റെ ജനലിൽ അടിക്കുവാൻ. അപ്പോൾ അങ്ങനെ മുള്ളാണി അടിച്ചതിന് ശേഷം ഞാൻ ആ വീഡിയോ ഒന്നുകൂടി ഒരു വീഡിയോ ഇടുന്നതാണ്. ബ്രൗണി, നീ അധികം കളിക്കണ്ട, നിന്നെ കൊണ്ടാണ് ഇത്രയും പണിയെടുക്കേണ്ടി വന്നത്. ഏതായാലും നിന്നെ കൊണ്ട് ഒരു വീഡിയോ എങ്കിലും എടുക്കാൻ പറ്റിയതിൽ നന്ദി പറയുന്നതാ കഴുത്ത്. അങ്ങനെ പറയേണ്ടി വരും, തമാശയാണ്. അപ്പോൾ ശശിധരൻസ് ബ്ലോഗിനെ ഈ വീഡിയോ ഞാനിവിടെ തൽക്കാലം അവസാനിപ്പിക്കുന്നു. ഇനി ഇതടിച്ച ഒരു വീഡിയോ ഞാൻ കാണിക്കുന്നതാണ്. എൻ്റെ വേസ്റ്റൊക്കെ കട്ടിലിൻ്റെ അടിയാണിത്. ഇത് മേശ, ഇതിൻ്റെ കട്ടിലാണ്, പഴയ ടൈപ്പ് കട്ടിൽ. കട്ടിലിൻ്റെ അടിയിൽ നിന്നാണ് ഈ വീഡിയോ എടുക്കുന്നത്. ഇവിടെ കുറച്ച് വെളിച്ചമുണ്ട്. അപ്പോൾ ഞാൻ ഇതൊക്കെ കഴിഞ്ഞ് കുറച്ച് പരിധി കുറച്ച് ഇത് കിട്ടി. പിന്നെ മുള്ളാണി എന്ന് നമ്മൾ പറയുന്നത്, നമ്മൾ തലശ്ശേരി കണ്ണൂരിൽ മുള്ളാണി എന്ന് പറയും. മുള്ളാണി കൊണ്ട് ഇത് നെറ്റ് എവിടെയാണ്? നെറ്റ് ഇതവിടെ മേലെയുണ്ട്. ആ നെറ്റ് മീൻ വലേൻ്റെ വേസ്റ്റ് വന്നതാണ്. ഇവിടുന്ന് ആരോ എനിക്ക് കൊടുത്തതാണ്. ആ വല കട്ട് ചെയ്തിട്ട് വേണം ഇത് അടിക്കാൻ. എന്നാൽ അവൻ അടുക്കളയിലേക്ക് മീനൊന്നും മുറിക്കുമ്പോൾ ഓടിക്കരുമല്ല എന്ന് വിചാരിക്കുന്നു. ഇവന് കാരണമാണ് ഇതിലൊക്കെ കഷ്ടപ്പാടൊക്കെ ചെയ്യേണ്ടി വരുന്നത്. കഷ്ടപ്പാടിന് ഒരു പരിധി ഉണ്ടാവുമെന്ന്, ഒരു അറുതി ഉണ്ടാവുമെന്ന് വിശ്വസിച്ചുകൊണ്ടും ഈ വീഡിയോ കണ്ട എല്ലാവർക്കും എൻ്റെ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.